പ്രൈസ് കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായിരിക്കുന്ന ഈ പകൽ സമയം ബഥേൽ ഹോളി സിറ്റി മിഷൻ എന്ന ഫേസ്ബുക്ക് ലൈവ് പേജിലൂടെ കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ വീണ്ടും കർത്താവ് ഈ ഭൂമിയുടെ വരത്തിൽ നൽകിയ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ഈ ശബ്ദപരിധിയിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് വിവിധ മീഡിയകളിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട എല്ലാ ദൈവജനത്തിനും ഞങ്ങളുടെ എല്ലാ ശ്രോതാക്കൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള ഞങ്ങളുടെ സ്നേഹവും വന്ദനവും നിങ്ങളെ പ്രാരംഭമായി അറിയിച്ചുകൊണ്ട് നിങ്ങളെ ഹൃദയപൂർവ്വം ഈ സന്ദേശവേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു വാക്ക് പ്രാർത്ഥിച്ച് നമുക്ക് ആരംഭിക്കാം. തുടർന്ന് അല്പസമയം ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തിൻ്റെ വചനം പങ്കിടുവാനും കർത്താവിൽ ആശ്രയിച്ച് ഞങ്ങളായിരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രദ്ധിക്കുവാൻ നിങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ട് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്ന് അല്പസമയം നമുക്ക് കർത്താവിനെ പാടി ആരാധിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായിരിക്കുന്ന നല്ല ഈ സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. തുടർന്ന് പരിശുദ്ധാത്മാവ് തന്നെ ഞങ്ങളെ നിയന്ത്രിക്കണമേ. ദൈവദൂതന്റെ ദൂതന്മാരുടെ കാവലുണ്ടായിരിക്കണമേ. ഈ മീഡിയയെ കർത്താവ് ശുദ്ധീകരിക്കണമേ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കേൾവിക്കാരായ ഞങ്ങളുടെ ജനത്തെ ദൈവം അനുഗ്രഹിക്കണമേ. ദൈവദൂതന്മാരുടെ കാവലുണ്ടാകണമേ. നിരാശയിലും ഭാരത്തിലും ദുഃഖത്തിലും ഇരിക്കുന്നവർ വിടുവിക്കപ്പെടുവാൻ, സമാധാനമില്ലാത്തവർ സമാധാനം ഉണ്ടാകുവാൻ, ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന പകലാക്കി ദൈവം തീർക്കണമേ. കേൾവിക്കാരെ കൂട്ടിവരുത്തണമേ. കടന്നു വരുന്ന കേൾക്കുന്ന എല്ലാവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടേണ്ടതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. തുടർന്ന് പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഓരോരുത്തരെയും ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കണമേ. പ്രാർത്ഥന കേട്ട് മറുപടി നൽകിയ ദൈവത്തിന് നന്ദി. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. നമുക്ക് പാട്ടുകളെ പാടി ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. സിസ്റ്റർ അക്സ ബി ജോസഫ് ആൻഡ് അബിയ ബി ജോസഫ് നമ്മളെ പാട്ടുകളെ പാടി ആരാധനയിൽ സഹായിക്കും. Hare
ജയാളിയേ സ്തുതിച്ചിടാം യേശുവിനെ സ്തുതിക്കാൻ യോഗ്യനോ പുകഴ്ത്തിടാം യേശുവിനെ ക്രൂശിലെ ജയാളിയേ സ്തുതിച്ചിടാം യേശുവിനെ സ്തുതിക്കാൻ യോഗ്യനല്ലോ ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ ആരിലും ഉന്നതനെ ആരാധിക്കാം യേശുക്രിസ്തുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ ആരിലും ഉന്നതനെ വിശ്വസിക്കാം യേശുവിനെ ഏകരക്ഷകനെ ഏറ്റുപറയാം യേശുവിനെ കർത്താവി കർത്താവിനെ വിശ്വസിക്കാം യേശുവിനെ ഏകരക്ഷകനെ ഏറ്റുപറയാം യേശുവിനെ കർത്താവി കർത്താവിനെ യേശുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ ആരിലും ഉന്നതനെ ആരാധിക്കാം ക്രിസ്തുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ ആരിലും ഉന്നതനെ ഘോഷിച്ചിടാം യേശുവിനെ സുവിശേഷത്തെ നോക്കിപ്പാർക്കാം യേശുവിനെ വീണ്ടും വരുന്നവനെ ഘോഷിച്ചിടാം യേശുവിനെ സുവിശേഷത്തെ നോക്കിപ്പാർക്കാം യേശുവിനെ വീണ്ടും വരുന്നവനെ ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ ആരിലും ഉന്നതനെ ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ ആരിലും ഉന്നതനെ സ്നേഹിച്ചിടാം യേശുവിനെ ഏറ്റവും പ്രിയനായവനെ സേവിച്ചിടാം യേശുവിനെ ഇന്നുമെന്നും അനന്യനെ സ്നേഹിച്ചിടാം യേശുവിനെ ഏറ്റവും പ്രിയനായവനെ സേവിച്ചിടാം യേശുവിനെ ഇന്നുമെന്നും അനന്യനെ ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ ആരിലും ഉന്നതനെ ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ ആരിലും ഉന്നതനെ പുകഴ്ത്തിടാം യേശുവിനെ ക്രൂശിലെ ജയാളിയെ സ്തുതിച്ചിടാം യേശുവിനെ സ്തുതിക്കവൻ യോഗ്യനല്ലോ പുകഴ്ത്തിടാം യേശുവിനെ ക്രൂശിലെ ജയാളിയെ സ്തുതിച്ചിടാം യേശുവിനെ സ്തുതിക്കവൻ യോഗ്യനല്ലോ ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ ആരിലും ഉന്നതനെ ആരാധിക്കാം ക്രിസ്തുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ ആരിലും ഉന്നതനെ വിശ്വസിക്കാം യേശുവിനെ ഏറ്റവും
പറയാം യേശുവിനെ കർത്താവേ കർത്താവിനെ. വിശ്വസിക്കാം യേശുവിനെ ഏകരക്ഷകനെ. ഏറ്റു പറയാം യേശുവിനെ കർത്താവേ കർത്താവിനെ. ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവരെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആയിരം ഉന്നതരെ. ആരാധിക്കാം ക്രിസ്തുവിനെ അധികാരമുള്ളവരെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആയിരം ഉന്നതരെ. ഘോഷിച്ചിടാം യേശുവിനെ സത്യസുവിശേഷത്തെ. നോക്കിപ്പാർക്കാം യേശുവിനെ വീണ്ടും വരുന്നവരെ. ഘോഷിച്ചിടാം യേശുവിനെ സത്യസുവിശേഷത്തെ. നോക്കിപ്പാർക്കാം യേശുവിനെ വീണ്ടും വരുന്നവരെ. ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവരെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആയിരം ഉന്നതരെ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവരെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആയിരം ഉന്നതരെ. സ്നേഹിച്ചിടാം യേശുവിനെ ഏറ്റവും പ്രിയനായവനെ. സേവിച്ചിടാം യേശുവിനെ എന്നുമെന്നും അനന്യരെ. സ്നേഹിച്ചിടാം യേശുവിനെ ഏറ്റവും പ്രിയനായവനെ. സേവിച്ചിടാം യേശുവിനെ എന്നുമെന്നും അനന്യരെ. ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവരെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആയിരം ഉന്നതരെ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവരെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആയിരം ഉന്നതരെ. ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവരെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആയിരം ഉന്നതരെ. ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവരെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആയിരം ഉന്നതരെ. അന്ന് രാത്രിയിൽ നമുക്ക് ഈ പകൽക്കാലം നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ആരാധിക്കുന്ന പാട്ടുകളോട് ചേർന്ന് പാടിയതുപോലെ ആ കർത്താവിനെ നമുക്ക് ആരാധിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം നൽകിയ നല്ല അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം പാടിയതുപോലെ വിശ്വസിക്കാൻ കൊള്ളാകുന്ന ആ യേശു ഏകരക്ഷകൻ ഘോഷിക്കുവാൻ, സ്തുതിക്കുവാൻ, വണങ്ങുവാൻ, ആരാധിക്കുവാൻ യോഗ്യനായിരിക്കുന്നവൻ യേശു ക്രിസ്തു മാത്രം. ഈ ശബ്ദവിരുദ്ധിയിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവജനമേ, ഇന്ന് രാത്രിയിൽ ഈ സമയം സകല പ്രശ്നങ്ങൾക്കും പരിഹാരകൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രം. വിശുദ്ധ അപ്പസ്വലനായ പത്രോസ് അപ്പസ്വലപ്രവൃത്തിയുടെ പുസ്തകം 4-12 തിരുവചന വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു: മറ്റൊരുത്തിനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട നാമമത്രേ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം. ആ കർത്താവിന്റെ നാമത്തിൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്, അസമാധാനങ്ങൾക്ക് വിടുതലുണ്ട്, രോഗികൾക്ക് സൗഖ്യമുണ്ട്. ദൈവത്തിൻ്റെതായിരിക്കുന്ന ആ നിത്യമായ ആ സമാധാനം, സന്തോഷം ഈ പകൽക്കാലം ആരെങ്കിലും അനുഭവിക്കാത്ത വ്യക്തികളുണ്ടെങ്കിൽ ഇപ്പോൾ
ആരാധനയുടെ നടുവിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവൻ, അത് നമുക്ക് വേണ്ടി അത് നമ്മളെ വിടിവിക്കുന്നവൻ, അവന്റെ രക്തത്താൽ അത് സകല പാപങ്ങൾക്കും പരിഹാരം വരുത്തിയവൻ, അവിടിപ്പിടലുകളാൽ സൗഖ്യം നൽകിയവൻ. ഈ ശബ്ദം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ രോഗക്കിടക്കയിലാണോ, വെന്റിലേറ്ററിലാണോ, അത് ഈ ഭവനത്തിൽ ബെഡ്റൂമിലാണോ, അത് എവിടെയാണോ നമ്മളായിരിക്കുന്നത്, ജോലി സ്ഥലത്താണോ, വാഹനത്തിൽ യാത്രയിലാണോ, ഹൃദയത്തിൽ നിങ്ങൾക്ക് ഒരു നിമിഷം ചേർന്ന് ആരാധിക്കാൻ കഴിയുമോ? കർത്താവെ അത് ആരാധിക്കാൻ ഞാൻ യേശുവിനെ പുകഴ്ത്തിൽ ഞാൻ കർത്താവിനെ ഒരുമിച്ച് ചേർന്ന് അത് പാടി ദൈവത്തെ ആരാധിക്കാൻ കഴിയുമോ? ആ രോഗത്തിൻ്റെതായ സൗഖ്യങ്ങൾ, അത് അസമാധാനങ്ങൾ, അത് അത് വിട്ടുമാറി ആ രോഗത്തിന്റെ സൗഖ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളായിരിക്കുന്ന മണ്ഡലത്തിൽ നമ്മുടെ ഇറങ്ങി വരുവാനിടയായി തീരും. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ആ ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ഈ സമയം നാം അനുഭവിക്കുവാനിടയായി തീരും. വിശ്വാസത്തോടെ നമുക്ക് ഒരുമിച്ച് ആ പാടി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താം. പുകഴ്ത്തീന യേശുവിനെ ക്രൂശിലെ ജയാളിയെ, സ്തുതിച്ചീടാം യേശുവിനെ, സ്തുതിക്കവൻ യോഗ്യനല്ലോ. പുകഴ്ത്തീടാം യേശുവിനെ ക്രൂശിലെ ജയാളിയെ, സ്തുതിച്ചീടാം യേശുവിനെ, സ്തുതിക്കവൻ യോഗ്യനല്ലോ. അതെ, ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ, അധികാരമുള്ളവനെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. നമ്മുടെ കർത്താവ് ആരിലും ഉന്നതൻ. ഫിലിപ്പി ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, എല്ലാ മുഴങ്കാലും മടങ്ങും, എല്ലാ അധരങ്ങളും ക്രിസ്തുവിനെ രക്ഷിതാവ് എന്ന് ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയേണ്ടി വരും. നമ്മുടെ കർത്താവിനെ സകല മുഴങ്കാലം മടങ്ങും, സ്വർഗത്തിലെയും ഭൂമിയിലെയും സകല മുഴങ്കാലുകളും കർത്താവിന്റെ മുമ്പിൽ മടങ്ങും. എഫെസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 19 മുതൽ 20 മുതലുള്ള തിരുവചന വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു, മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചു. എല്ലാ വാഴ്ചകൾക്കും, എല്ലാ അധികാരങ്ങൾക്കും, എല്ലാ കർത്തൃത്വങ്ങൾക്കും, എല്ലാ ശക്തികൾക്കും, മാത്രമല്ല വിളിക്കപ്പെടുന്ന സകല നാമത്തിലും മേലായ നാമത്തിൽ അവനെ ഇരുത്തുകയും സർവ്വവും അവന്റെ കാൽക്കീഴിൽ ആക്കി വെക്കുകയും ചെയ്തു. എല്ലാറ്റിലുമെല്ലാം നിർമ്മിക്കുന്ന അവന്റെ ശരീരമായിരിക്കുന്ന സഭയ്ക്ക് അവന് തലയാക്കി നൽകി. അങ്ങനെയെങ്കിൽ എല്ലാ നാമത്തിലും മേലായ നാമം, ആരാധനയ്ക്ക് യോഗ്യമായ നാമം, ആരാധനയ്ക്ക് യോഗ്യമായ നാമം, അത് സ്തുതിക്കുവാൻ യോഗ്യമായ നാമം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം. കാരണം അവൻ അൽഫയും ഓമേഗയുമാണ്, ആദിനും അന്ത്യനുമാണ്, മാറ്റമില്ലാത്ത ദൈവമാണ്, സകലത്തിന്റെയും സൃഷ്ടിതാവാണ്, അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാണ്, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുകയും മരിച്ചവരെ ജീവിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. ഇന്ന് അത് ഈ സമയം, അത് ഈ പകൽക്കാലമോ രാത്രിയിലോ നിങ്ങൾ ഏത് സമയത്ത് ഈ ശബ്ദം ശ്രദ്ധിക്കുന്നുവോ, ഇപ്പോൾ അത് ആ കർത്താവിന്റെ നാമം അത് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടതിന് വേണ്ടി, അത് ആ നാമം സകല നാമത്തിലും മേലായ നാമം, അത്ഭുതങ്ങളുടെ നാമം, മരിച്ചവരെ ഉയർപ്പിക്കുന്ന നാമം, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുന്ന നാമം. അങ്ങനെയെങ്കിൽ ആ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അതെ ഇന്ന് പകൽക്കാലം ഈ സമയം അതെ ആ ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് അവസരം കിട്ടിയ ആ ഭാഗ്യപദവിക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. അത് ചേർന്ന് നമുക്ക് ആരാധിക്കാം. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ, അധികാരമുള്ളവനെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരാധിക്കാം ക്രിസ്തുവിനെ, അധികാരമുള്ളവനെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരിലും ഉന്നതമായവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു.
സകലത്തിന്റെ മേലും അധികാരമുള്ളവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. കടലിൽ തോണി അക്കരയ്ക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാരും യേശുവും കൂടെ തോണിയിൽ യാത്ര ചെയ്ത് കടന്നു പോകുമ്പോൾ തിരമാലകൾ തോണിയിലേക്ക്, വഞ്ചിയിലേക്ക് കയറുവാൻ, പടകിലേക്ക് കയറുവാൻ പരിശ്രമിച്ചു. കാറ്റ് ആഞ്ഞടിച്ചു, തിരമാലകൾ ശക്തമായി. അമരത്ത് കിടന്നിരുന്ന യേശുവിനെ ശിഷ്യന്മാർ തട്ടി ഉണർത്തി. യേശു എഴുന്നേറ്റു, കാറ്റിനെ ശാസിച്ചു, കടലിനോട് കൽപ്പിച്ചു, തിരമാലകൾ ശാന്തമായി. കാറ്റിന്റെ മേലും കടലിന്റെ മേലും തിരമാലകളുടെ മേലും പ്രപഞ്ച ജാലങ്ങളുടെ മേൽ അധികാരമുള്ളവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. പ്രപഞ്ചത്തിന്മേൽ മാത്രമല്ല നമ്മുടെ കർത്താവിന് അധികാരമുള്ളത്. യേശുവിന് പ്രിയനായ തന്റെ കൂട്ടുകാരൻ, തന്റെ സ്നേഹിതൻ ലാസർ മരിച്ചു. മർത്തയുടെയും മറിയയുടെയും സഹോദരനായിരിക്കുന്ന ലാസർ മരിച്ചു. യേശു ഒന്നാമത്തെ ദിവസം പോയില്ല, രണ്ടാമത്തെ ദിവസം പോയില്ല, ഇത് 3 നാൾ കഴിഞ്ഞു. യേശുവിന്റെ ഹൃദയത്തിൽ ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് നമ്മുടെ കൂട്ടുകാരനെ എഴുന്നേൽപ്പിക്കാൻ പോകാം. അവിടെ ചെന്നപ്പോൾ മാർത്ത പറഞ്ഞു, മറിയ പറഞ്ഞു, കർത്താവേ, മാറ്റം വെച്ചു തുടങ്ങി. 4 നാളായല്ലോ അത് മാറ്റം വെച്ചു തുടങ്ങിയ ആ ജഡശരീരത്തിൽ കല്ലറയുടെ മുമ്പിൽ ചെന്നുകൊണ്ട് യേശു ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ലാസറേ പുറത്തു വരിക, ലാസറേ പുറത്തു വരിക. മരിച്ചു കിടന്നിരുന്ന ലാസർ, 4 നാൾ കഴിഞ്ഞിരുന്ന ലാസർ, അവരുടെ കാഴ്ചപ്പാടിൽ മാറ്റം വെച്ചിരുന്ന ആ ലാസറിന്റെ ജഡശരീരം യേശുവിന്റെ വാക്കിന്റെ മുമ്പിൽ ജീവനുള്ളവനായി പുറത്തു വരുവാൻ ഇടയായി തീർന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ അതേ ജീവനറ്റ് ഏതേ രോഗക്കിടക്കയിൽ അതേ ജീവിതത്തിന്റെ അതേ വിവിധമായ പ്രതികൂല മണ്ഡലങ്ങളിൽ നിരാശയിലും ദുഃഖത്തിലും ഭാരത്തിലൂടെ കടന്നു പോകുന്നവരെ നമ്മുടെ കർത്താവ് സകലത്തിന്റെ മേലും അധികാരമുള്ളവൻ, മരണത്തിന്റെ മേൽ അധികാരമുള്ളവൻ, ജീവന്റെ മേൽ അധികാരമുള്ളവൻ, പാപത്തിന്റെ മേൽ അധികാരമുള്ളവൻ. 4 പേര് കൂടി ഒരു പക്ഷപാതക്കാര രോഗിയെ യേശുവിരിക്കുന്ന ഭവനത്തിലേക്ക് കൊണ്ടുചെല്ലുവാൻ പരിശ്രമിച്ചു. പക്ഷെ പുരുഷാരം നിമിത്തം യേശുവിന്റെ അടുക്കിലേക്ക് രോഗിയെ എത്തിക്കുവാൻ കഴിഞ്ഞില്ല. പക്ഷെ യേശു ഇരുന്നിരുന്ന ആ വീടിന്റെ മുകൾ ആ മേൽപ്പുര പൊളിച്ച് അതേ കട്ടിലോടുകൂടെ കിടക്കയോടുകൂടെ ആ തളർവാദ രോഗിയെ യേശുവിന്റെ അടുക്കൽ ഇറക്കി വെച്ചു. യേശു ആ രോഗിയോട് പറഞ്ഞു, നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു, എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടന്നുകൊള്ളുക. പാപത്തിന്റെ മേൽ അധികാരമുള്ളവൻ, രോഗത്തിന്റെ മേൽ അധികാരമുള്ളവൻ. അങ്ങനെയെങ്കിൽ യേശു മരണത്തിന്റെ മേലും ജീവന്റെ മേലും പാതാളത്തിന്റെ മേലും മരണത്തിന്റെ മേലും രോഗത്തിന്റെ മേലും പാപത്തിന്റെ മേലും ഈ ലോക ശക്തിയുടെ മേലും അധികാരമുള്ളവൻ. അതാണ് പാട്ടുകളോട് ചേർന്ന് നമ്മൾ പാടിയത്. ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവരെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവരെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആ ദൈവത്തിന്റെ കുഞ്ഞാട്, അറക്കപ്പെട്ട കുഞ്ഞാട്, ലോകത്തിന്റെ പാപങ്ങളെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, സകലത്തിന്റെ മേലും അധികാരമുള്ളവൻ. അതുകൊണ്ട് അവൻ ആരാധനയ്ക്ക് യോഗ്യനായ ദൈവമാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമുക്ക് ആ ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ ലഭിച്ച ആ ഭാഗ്യ പദവി നമുക്ക് അനുസ്മരിച്ചുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ പകൽക്കാലം പാട്ടുകളിലൂടെ ഞങ്ങളോട് ചേർന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പാട്ടുകളെ പാടി ആരാധിക്കുവാൻ കുഞ്ഞുങ്ങളെ ദൈവം ഉപയോഗിച്ചതിന് നന്ദി പറയുന്ന കർത്താവേ, ഇന്ന് പകൽക്കാലം അങ്ങയുടെ തിരുക്കരങ്ങളിൽ അടിയങ്ങളെ സമർപ്പിക്കുന്നു. തുടർന്ന് അതേ കേൾക്കുന്ന വചനങ്ങൾ അങ്ങയുടെ ജനത്തിന്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമാക്കി ദൈവം തീർക്കുമാറാകണമേ. തുടർന്ന് വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിക്കണമേ. ഈ സമയം ഈ ശബ്ദങ്ങളെ ശ്രദ്ധിക്കുന്ന അങ്ങയുടെ ജനം അത് വിടിവിക്കപ്പെടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. വചനത്തിന്റെ മർമ്മങ്ങൾ വെളിപ്പെടാതെ വണ്ണം കർത്താവെ വ്യാപരിച്ച് വെല്ലുവിളിച്ചു നിൽക്കുന്ന ആ ശത്രുവിന്റെ ആധിപത്യ ശക്തികൾ
യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അതിനെ ഞാൻ ശാസിക്കുന്നു. ഈ ശബ്ദം ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ശ്രദ്ധിക്കുന്ന അങ്ങയുടെ ജനത്തിന്റെ കാതുകളിൽ ദൈവ ശബ്ദമായിട്ട് മുഴങ്ങണമേ. രോഗികൾ സൗഖ്യം പ്രാപിക്കണമേ. ഭൂതങ്ങൾ ഭവനങ്ങളെ വിട്ട് വ്യക്തികളെ വിട്ട് അലറി മാറണമേ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ജനത്തിനു മേൽ വ്യാപരിക്കണമേ. സങ്കടങ്ങൾ, നിരാശകൾ, ദുഃഖങ്ങൾ മാറണമേ. ക്രിസ്തുവിന്റെ അത് വചനത്തിന്റെ മുമ്പിൽ സമർപ്പിച്ച് അത് തീരുമാനിക്കുവാൻ ജനത്തെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ജനഹൃദയങ്ങളിൽ ഇടപെടുമാറാകണമേ. പരിശുദ്ധാത്മാവ് കേൾവിക്കാരെ ഒരുക്കണമേ. പ്രാർത്ഥനകളുടെ നന്ദിയുടെ നാവിനോട് കൂടെ ഇരിക്കണമേ. ദൈവഹിതമല്ലാത്ത ഒരു വാക്ക് പോലും അടിയന്റെ നാവിൽ നിന്ന് പുറപ്പെടുവാൻ ദൈവം അനുവദിക്കരുതെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ തിരുക്കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് പരിശുദ്ധാത്മാവ് സംസാരിക്കും. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ സമയം എന്റെ ശബ്ദവിരുതിയിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവന്ദനവും അറിയിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദിവസങ്ങളിൽ ആയിരിക്കാം. ഈ സമയം നമുക്ക് ദൈവത്തിന്റെ തിരുവചന ചിന്തയ്ക്ക് ആധാരമായി ഒരു വേദവാക്യം നമുക്ക് വായിക്കാം. വിശുദ്ധ പത്രോസ് അപ്പസ്തോലൻ എഴുതിയ ഒന്നാമത്തെ ലേഖനം 1-ാം അധ്യായം അതിലെ 14-ാമത്തെ തിരുവചന വാക്യം വായിച്ചുമായിട്ട് ആരംഭിക്കാം. പണ്ട് പണ്ട് നിങ്ങളുടെ അജ്ഞാന കാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധാകുവിൻ. ഞാൻ വിശുദ്ധൻ ആകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. മുഖപക്ഷം കൂടാതെ ഓരോരുത്തരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നു എങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പിൻ. ഈ സമയം നമ്മൾ വായിച്ചിരിക്കുന്ന ദൈവത്തിന്റെ തിരുവചനം വിശുദ്ധ അപ്പസ്തോലനായ പത്രോസ് എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിലെ 1-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിക്കുവാനിടയായി തരുന്നത്. അതിൽ വിശുദ്ധ അപ്പസ്തോലനായ പത്രോസ് പറയുന്നത്, പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 1 മുതൽ 1-2 വാക്യങ്ങൾ നമ്മൾ ശബ്ദം ഉയർത്തി വായിച്ചാൽ, യേശു ക്രിസ്തുവിന്റെ അപ്പസ്തോലനായ പത്രോസ് പൊന്തോസിലും ഗലാത്യയിലും കപ്പദോക്യയിലും ആസിയയിലും ബിഥുന്യയിലും ചിതറിപ്പാർക്കുന്ന പരദേശികളും പിതാവായ ദൈവത്തിന്റെ മുന്നറിവിന് ഒത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വൃദ്ധന്മാരുമായവർക്ക് എഴുതുന്നത്. അപ്പോൾ പത്രോസ് ഈ ലേഖനം എഴുതുന്നത് വൃദ്ധന്മാർക്ക് വേണ്ടിയാണ്, വിളിക്കപ്പെട്ട ദൈവജനത്തിനു വേണ്ടിയാണ്, ചിതറിപ്പാർക്കുന്ന പരദേശികളായ ഓരോ ഇസ്രായേൽ ജനത്തിനു വേണ്ടി, ദൈവ ജനത്തിനു വേണ്ടിയാണ്
വിശുദ്ധ പത്രോസ് ലേഖനം എഴുതുവാൻ ഇടയായി തീർന്നത്. അപ്പോൾ വൃദ്ധന്മാരോട്, വിളിക്കപ്പെട്ട ദൈവജനത്തോട് അപ്പോസ്തലനായ പത്രോസ് പരിശുദ്ധാത്മാവിൽ പറയുകയാണ്, പണ്ടുണ്ടായിരുന്ന പ്രവാചകന്മാർ, നിങ്ങൾക്ക് വരുവാനിരുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചു. ഏത് രക്ഷയെ? കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചു. പക്ഷെ അവരിലുള്ള ക്രിസ്തുവിന്റെ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുൻകൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയമേതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി, തങ്ങൾക്കായിട്ടല്ല നിങ്ങൾക്കായിട്ടത്രേ ഞങ്ങൾ ആ ശുശ്രൂഷ ചെയ്യുന്നു എന്ന് അവർക്ക് വെളിപ്പെട്ടു. അപ്പോൾ ഇവിടെ വിശുദ്ധ പത്രോസ് പറയുന്ന ഒരു ചിന്താ വിഷയം, പഴയ നിയമത്തിലെ പ്രവാചകന്മാർ നമുക്ക് വരുവാനിരുന്ന യേശുക്രിസ്തുവിലൂടെ വരുവാനിരുന്ന രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ച് നോക്കി അവരിലുള്ള ക്രിസ്തുവിന്റെ ആത്മാവിന് വരേണ്ടിയ കഷ്ടങ്ങളെ പിൻവരുന്ന മഹിമയെയും കൂട്ടി സാക്ഷീകരിച്ചു. പക്ഷേ സമയം ഏതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി. അപ്പോൾ ഈ രക്ഷയെ പഴയ നിയമ പ്രവാചകന്മാർക്ക് വെളിപ്പെട്ടു, പക്ഷെ അവർക്ക് അത് അനുഭവിക്കുവാൻ കഴിഞ്ഞില്ല. പഴയ നിയമ വിശുദ്ധന്മാർക്ക് അത് അനുഭവിക്കുവാൻ കഴിഞ്ഞില്ല. എബ്രായ ലേഖനം 11-ാം അധ്യായം, എബ്രായ ലേഖനം അതിന്റെ 11-ാം അധ്യായം 38-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ 40-ാമത്തെ വാക്യം, അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്നും മുൻകരുതിയിരുന്നു. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തീകരണം പ്രാപിക്കാതെ ഇരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്നിനെ മുൻകരുതിയിരുന്നു. ആ ഏറ്റവും നല്ലതൊന്നാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തുവിനെ പോലെ നല്ല ഒരു ജീവിതം അല്ലെങ്കിൽ നല്ല ഒരു നാമം, യേശുക്രിസ്തുവിന്റെ ആ നന്മയെ നമുക്കൊന്ന് വിശദീകരിച്ച് അല്ലെങ്കിൽ വ്യാഖ്യാനിച്ച് എനിക്ക് പ്രസംഗിച്ച് അവസാനിപ്പിക്കാൻ കഴിയത്തില്ല. അപ്പോൾ ആ അതിശ്രേഷ്ഠമായ അതിസുന്ദരനായിരിക്കുന്ന നമ്മെ കൂടാതെ അവർ രക്ഷാപൂർത്തീകരണം പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്നിനെ മുൻകരുതി വെച്ചു. ആ ഏറ്റവും നല്ലതൊന്നിനെ അനുഭവിക്കുവാൻ എനിക്കും നിങ്ങൾക്കും ഈ കൃപായുഗത്തിൽ ദൈവം നൽകിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. നമ്മുടെ ഭാഗ്യമാണ് അതെ ഈ നന്മയെ അനുഭവിക്കുവാൻ നമുക്ക് ഇടയായി. ഏറ്റവും നല്ലത് ഒന്നിനെ ദൈവം നമുക്ക് വേണ്ടി മുൻകരുതുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെയെങ്കിൽ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുകയാണ് 13-ാമത്തെ വാക്യത്തിൽ, ആകയാൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവിൻ. അപ്പോൾ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ നിങ്ങൾക്ക് ഇനിയും വരുവാനുള്ള, ആരെ കുറിച്ച് പറയുന്നത്? കർത്താവിന്റെ വചനം കേട്ട്, സുവിശേഷം കേട്ട് വീണ്ടെടുക്കപ്പെട്ട, തിരഞ്ഞെടുക്കപ്പെട്ട, രക്ഷിക്കപ്പെട്ട ഓരോ ദൈവവൈതനും യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ വരുവാനിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മടങ്ങി വരുമെന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്നെ വെളിപ്പെടുത്തുവാനിടയായി തീർന്നു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിന്റെ അടുക്കൽ പോയി നിങ്ങൾക്ക് വാസസ്ഥലം ഒരുക്കിയ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് ഞാൻ പിന്നെയും മടങ്ങി വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുവാൻ തക്കവണ്ണം ഇടയായി തീരും. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞെങ്കിൽ അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ ദൂതന്മാർ പറഞ്ഞു, എല്ലാ പുരുഷന്മാരെ നിങ്ങൾ ആശ്ചര്യപ്പെട്ട് നോക്കി നിൽക്കുന്നത് എന്ന് നിങ്ങൾ കണ്ടേ സ്വർഗാരോഹണം ചെയ്ത നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പോയതുപോലെ തന്നെ മടങ്ങി വരും.
കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും അത് കൂടെ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ശേഷിക്കുന്ന വിശുദ്ധന്മാർ ആകാശമേഘങ്ങളിൽ അവനെ എതിരേൽപ്പാൻ എടുക്കപ്പെടുവാനിടയായി തീരും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെ കുറിച്ച്, യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിനെ കുറിച്ച് ദൂതന്മാരും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും പരിശുദ്ധാത്മാവും ദൈവത്തിന്റെ വചനവും കർത്താവായ യേശുക്രിസ്തു തന്നെയും പിതാവായ ദൈവവും നമ്മളെ ഓർമ്മിപ്പിക്കുവാനിടയായി തീരുന്നു. ഇവിടെ വിശുദ്ധ അപ്പോസ്തലനായ പത്രോസ് പറയുന്നത്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊണ്ട് നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചു കൊള്ളണം. കാരണം കർത്താവിന്റെ രക്തത്താൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഞാനും നിങ്ങളും, നമ്മൾ ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. അങ്ങനെയെങ്കിൽ ദൈവം നമ്മളെ വീണ്ടെടുത്തത് ഈ ഭൂമിയിൽ നശിച്ചു പോകുവാനല്ല, അവന്റെ പ്രത്യക്ഷതയിൽ ഞാനും നിങ്ങളും നിർമ്മലരായി നിഷ്കളങ്കരായി തേജസ്സോടുകൂടെ കർത്താവിന്റെ തിരുമുമ്പിൽ കാണപ്പെടേണ്ടതിനു വേണ്ടി കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തു. അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിലെ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഭാരങ്ങളുടെയും നടുവിൽ എന്നെ കേൾക്കുന്ന ദൈവജനമേ, അതെ, അല്പകാലത്തെ ആ കഷ്ടങ്ങൾ നാം അനുഭവിക്കുന്നു എങ്കിൽ കർത്താവിന്റെ പുകഴ്ചകളെ വീണ്ടും നമുക്ക് അനുഭവിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. തെസ്സലോനിക്ക ലേഖനം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 2 തെസ്സലോനിക്ക ലേഖനം അതിന്റെ 1-ാമത്തെ അധ്യായം അതിന്റെ 4 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, അതുകൊണ്ട് നിങ്ങൾ സഹിക്കുന്ന സകല ഉപദ്രവങ്ങളിലും കഷ്ടങ്ങളിലുമുള്ള നിങ്ങളുടെ സഹിഷ്ണുതയും വിശ്വാസവും നിമിത്തം ഞങ്ങൾ ദൈവത്തിന്റെ സഭകളിൽ നിങ്ങളെ ചൊല്ലി പ്രശംസിക്കുന്നു. അത് നിങ്ങൾ കഷ്ടപ്പെടുവാൻ ഹേതുവായിരിക്കുന്ന ദൈവരാജ്യത്തിന് നിങ്ങളെ യോഗ്യന്മാരായി എണ്ണും എന്നിങ്ങനെ ദൈവത്തിന്റെ നീതിയുള്ള വിധിക്ക് അടയാളം ആകുന്നു. അപ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അഗ്നിജ്വാലയിൽ പ്രത്യക്ഷമാകും എന്ന് ഇവിടെ തെസ്സലോനിക്ക ലേഖനത്തിൽ വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തുവാനിടയായി തീർന്നിരിക്കുന്നു. അപ്പോൾ ഇവിടെ തെസ്സലോനിക്ക ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് പറയുന്നത്, അതുകൊണ്ട് നിങ്ങൾ സഹിക്കുന്ന സകല ഉപദ്രവങ്ങളിലും കഷ്ടങ്ങളിലും എന്തിനു വേണ്ടിയാ? അത് ആ സ്വർഗീയ പ്രത്യാശ നിമിത്തം കർത്താവിന്റെ പ്രത്യക്ഷതയിൽ അത് എടുക്കപ്പെടേണ്ടതിനു വേണ്ടി, ആ സ്വർഗത്തിലെ പ്രത്യാശ നിമിത്തം, അത് തെസ്സലോനിക്ക വിശ്വാസികളെ, നിങ്ങൾ ഈ ഭൂമിയിൽ സഹിക്കുന്ന സകല കഷ്ടതകളിലും സകല പ്രതിസന്ധികളിലും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിങ്കൽ നിങ്ങൾക്ക് പുകഴ്ച ലഭിക്കുകയും നിങ്ങൾക്ക് കൃപ ലഭിക്കുകയും നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന അനുഗ്രഹത്തെ ഓർത്ത് നിങ്ങൾ ഇപ്പോൾ കഷ്ടം സഹിക്കുന്നത് കൊണ്ട് ഞങ്ങൾ നിങ്ങളെ സ്തുതിക്കുന്നു. അപ്പോൾ ഇവിടെ വിശുദ്ധ പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിച്ചത്, യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എന്റെ ശ്രോതാക്കളെ, എന്റെ കൂട്ടുപ്രവർത്തകരെ, ഈ പ്രതികൂല സാഹചര്യങ്ങളിൽ കോവിഡ്-19 എന്ന പാൻഡമിക് മാത്രമല്ല, ലോക രാജ്യങ്ങളിൽ വിവിധ പ്രതിസന്ധികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. സാമ്പത്തിക പ്രതിസന്ധികൾ, വിവിധ തരത്തിലുള്ള രോഗങ്ങൾ, അതുമാത്രമല്ല രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ, എവിടെ നോക്കിയാലും പ്രശ്ന സങ്കീർണമായ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ അത് ഈ കോവിഡിന്റെ പ്രതിസന്ധികൾ മുഖാന്തരം പലരുടെയും ജോലികൾ നഷ്ടപ്പെട്ടു പോയതായ അനുഭവങ്ങൾ, പലരും നിരാശയിരിക്കുന്ന അനുഭവങ്ങൾ. എന്നെ കേൾക്കുന്ന പലരും ഒരുപക്ഷെ ജോലി നഷ്ടപ്പെട്ട ദുഃഖത്തിലും നിരാശയിലും ഇരിക്കുന്നവരായിരിക്കാം, രോഗക്കിടക്കയിലായിരിക്കാം, സാമ്പത്തിക കഷ്ടതകൾ അനുഭവിക്കുന്നവരായിരിക്കാം. എന്നെ കേൾക്കുന്ന പ്രിയരെ, അത് നാം അനുഭവിക്കുന്ന ഈ കഷ്ടതകൾ അത് ക്രിസ്തുവിന്റെ രാജ്യത്തിൽ നമ്മളെ യോഗ്യന്മാരാക്കി എണ്ണുവാൻ തക്കവണ്ണം ഇടയായി തീരും. യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, പരീക്ഷകളെ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവരായി തെളിഞ്ഞ ശേഷം അത് ദൈവം തന്റെ ഭക്തന്മാർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന നീതിയുടെ കിരീടം അവർ പ്രാപിപ്പാൻ തക്കവണ്ണം ഇടയായി തീരും. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാന്മാർ. അതുകൊണ്ട് പ്രതികൂലത്തിന്റെ നടുവിൽ, പ്രശ്നങ്ങളുടെ നടുവിൽ കടന്നു പോകുമ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ വരുവായിരിക്കുന്ന അത് ആ കൃപയെ ഓർത്ത് അത് നന്ദിയുള്ളവരായി നാം
അതേ കർത്താവ് പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ പ്രത്യാശ അതേ കർത്താവിൽ നമ്മൾ വെച്ചുകൊണ്ട് ഈ നാളുകളിൽ അതേ മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ഇടയായി തീരണം. മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞു, നമ്മളിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നു. നമ്മളിൽ ഭാവിയിൽ വരുവാനിരിക്കുന്ന തേജസ്, ക്രിസ്തുവിന്റെ തേജസ്, ആ ക്രിസ്തുവിന്റെ കൃപ നമ്മളിൽ വ്യാപരിപ്പാനിരിക്കുന്ന തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടതകളൊന്നും സാരമല്ല. അതെ, ഈ കാലഘട്ടങ്ങളിൽ അതുകൊണ്ട് തിരുവചനത്തിൽ പറയുകയാണ്, അത് കർത്താവിന്റെ പ്രത്യക്ഷതയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊണ്ട് നമ്മൾ ഉറപ്പുള്ളവരായി അതെ നിർമ്മല മനസ്സാക്ഷിയോടെ നമ്മൾ ആയിരിക്കണം എന്നിട്ട് പറയുകയാണ്, പണ്ട് നിങ്ങളുടെ അജ്ഞാന കാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ നിങ്ങൾ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധിന് ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായ എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം, യേശുവിന്റെ കാൽവരി യാഗത്തിലൂടെ ഞാനും നിങ്ങളും വിശുദ്ധരായിരിക്കണം എന്നുള്ളതാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പിതാവായ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ലേവ്യ പുസ്തകത്തിൽ പറയുന്നു, ഞാൻ വിശുദ്ധനായിരിക്കുക നിങ്ങളും വിശുദ്ധരായിരിക്കും. ഇത് പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നു, ഞാൻ വിശുദ്ധനായിരിക്കുക നിങ്ങളും വിശുദ്ധരായിരിക്കും. തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്നു, ദൈവത്തിന്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ. അപ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരി യാഗത്തിന്റെ ആത്യന്തികമായിരിക്കുന്ന ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും വിശുദ്ധീകരണമാണ്. തെസ്സലോനിക്ക ലേഖനം 2 തെസ്സലോനിക്കർ 7-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എഴുതി, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മക്ഷവും നീക്കി ദൈവഭയത്തിൽ നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുവിൻ. ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് ആ വാഗ്ദത്തങ്ങളിൽ ഓരോ വാഗ്ദത്തമാണ് നമ്മൾ ഈ പത്രോസിന്റെ ലേഖനത്തിൽ വായിച്ചത്. ഏത്? കർത്താവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നമുക്ക് വരുവാനുള്ള കൃപ, അത് ദൈവത്തിന്റെ ഒരു വാഗ്ദത്തമാണ്. അതുകൊണ്ട് ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് പണ്ട് നമ്മുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങൾ, ഏതായി അജ്ഞാനകാലം? യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായ ഹൃദയത്തിൽ സ്വീകരിക്കാതെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലുള്ള മുഴുവൻ സ്നാനം സ്വീകരിക്കാതെ അതെ അറിവില്ലായ്മയുടെ കാലത്തിൽ നടന്നുപോയ ദൈവത്തിന്റെ വചനം കേട്ട് ക്രിസ്തുവിനെ അറിയാതിരുന്നൊരു കാലഘട്ടത്തെ കുറിച്ച് അജ്ഞാന കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ആ ക്രിസ്തുവിനെ കുറിച്ച് അറിയാതെ ഇരുന്ന ആ കാലഘട്ടത്തിൽ നമുക്കുണ്ടായിരുന്നൊരു മോഹമുണ്ട്. ആ മോഹത്തെ കുറിച്ച് എഫെസി ലേഖനത്തിൽ 2-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ എഴുതി, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു, അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതികളെയും ആകാശത്തിന്റെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നിരുന്നു. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു, ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയിൽ കോപത്തിന്റെ മക്കളായിരുന്നു. അപ്പോൾ അജ്ഞാനകാലത്ത് നമുക്കുണ്ടായിരുന്ന മോഹം എന്തായിരുന്നു? ലോകത്തിന്റെ മോഹമായിരുന്നു, ജഡമോഹമുണ്ടായിരുന്നു. അപ്പോൾ മനോവികാരങ്ങൾക്ക് ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയിൽ കോപത്തിന്റെ മക്കളായി ജീവിച്ചിരുന്നു, ദൈവകോപത്തിന്റെ മക്കളായി ജീവിച്ചിരുന്നു. പക്ഷേ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരിയിലെ യാഗത്തിലൂടെ യേശുവിന്റെ രക്തത്താൽ കൊലോസ്യ ലേഖനത്തിൽ നാം വായിക്കുന്നു, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും സകലവും തന്നെ കൊണ്ട് നിരപ്പിക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. അതുകൊണ്ട് നമ്മെ ദൈവത്തോട് നിരപ്പിക്കുവാൻ കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ആ കർത്താവിന്റെ കൃപയാൽ, കർത്താവിന്റെ കരുണയാൽ നാം ക്രിസ്തുവിനോടുകൂടെ ജീവിക്കേണ്ടതിന് വേണ്ടി കരുണാസമ്പന്നനായ ദൈവം
നമ്മെ തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അതുകൊണ്ട് പണ്ട് നിങ്ങൾക്കുണ്ടായിരുന്ന ജഡമോഹങ്ങളെ, കൺമോഹങ്ങളെ, ലോകത്തിന്റെ പ്രതാപങ്ങളെ നിങ്ങൾ ഇനി മാതൃക ആക്കരുത്. ഇനി നിങ്ങൾ മാതൃകയാക്കേണ്ടത് എന്താണ്? നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു എങ്കിൽ നിശ്ചയമായും നിങ്ങൾ ജീവിക്കുവാനിടയായി തീരും. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ്, യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതുവാൻ ഇടയായി തീർന്നു. 8-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം: നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു. 17-ാമത്തെ വാക്യം: നാം മക്കൾ എങ്കിലോ അവകാശികളും ആകുന്നു. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടമനുഭവിച്ചാലത്രേ. നാം യേശു ക്രിസ്തുവിനോടുകൂടെ തേജസ്കരിക്കപ്പെടണമെങ്കിൽ യേശു ക്രിസ്തുവിനോടുകൂടെ ഈ ഭൂമിയിൽ നാം കഷ്ടതയിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് വിശുദ്ധ പൗലോസ് എണ്ണിയെങ്കിൽ ഇന്ന് ഈ സമയം എന്നെ കേൾക്കുന്ന പ്രിയരെ, അത് വിവിധ പ്രതികൂലങ്ങളിലൂടെ, വിവിധ പ്രതിസന്ധികളിലൂടെ, വിവിധ കഷ്ടങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ നാം ഇന്ന് പകലിൽ ഈ സമയം ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ, കർത്താവിന്റെ പ്രത്യക്ഷതയിൽ നമ്മളിൽ വെളിപ്പെടുവാനുള്ള കൃപയെ മനസ്സിലാക്കി നാം ഈ കാലഘട്ടങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന കിരീടങ്ങൾ, വാഗ്ദത്തങ്ങൾ, അനുഗ്രഹങ്ങൾ, അത് പദവികൾ, അത് പ്രശംസകൾ, അവകാശങ്ങൾ ഞാനും നിങ്ങളും ഭാവിപ്പാൻ തക്കവണ്ണമിടയായി തീരും. അതെ, അതുകൊണ്ട് ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ പ്രത്യാശയിൽ ഉറച്ചു നിന്നുകൊണ്ട് പണ്ട് നമ്മുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ ഈ ദിവസങ്ങൾ നമ്മളെ വിളിച്ച വിശുദ്ധനും ഒത്തവണ്ണം. ആരാ നമ്മളെ വിളിച്ചത്? നമ്മെ വിളിച്ചത് ലോകത്തിലെ ഒരു നേതാവല്ല, ഒരു സാമ്പത്തിക ഉന്നതനായ വ്യക്തിയല്ല. നമ്മളെ തിരഞ്ഞെടുത്തത് അതെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അങ്ങനെയെങ്കിൽ നമ്മെ തിരഞ്ഞെടുത്ത വിശുദ്ധന് ഒത്തവണ്ണം, അത് ക്രിസ്തുവിനൊത്തവണ്ണം, അവന്റെ സ്വഭാവത്തിന് ഒത്തവണ്ണം. കൊലോസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ 4-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത് നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യും. നിങ്ങളെ വിളിച്ചപ്പോൾ ഏകപ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ മാത്രം. അപ്പോൾ എല്ലാവർക്കും പിതാവായവൻ, എല്ലാവർക്കും ദൈവമായിരിക്കുന്നവൻ, നമ്മെ വിളിച്ച കർത്താവ്, അവൻ ഒരുവൻ, ഏകസത്യ ദൈവമായിരിക്കുന്ന നമ്മുടെ കർത്താവ്. അതുകൊണ്ട് വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം എല്ലാ നടപ്പിലും നിങ്ങൾ വിശുദ്ധരായിരിക്കുകയും മുഖപക്ഷം കൂടാതെ ഓരോരുത്തരുടെ പ്രവർത്തിക്കത്തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മുഖപക്ഷം കൂടാതെ നമ്മുടെ കർത്താവ് ന്യായം വിധിക്കുന്ന ദൈവമാണ്. നമ്മുടെ 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൽ 13 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു: ആ ദിവസം തീയിലൂടെ എന്ന പോലെ വെളിപ്പെട്ടു വരും, അവൻ ഓരോരുത്തരുടെയും പ്രവൃത്തികൾ ഇന്ന വിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും. അതുകൊണ്ട് പത്രോസിന്റെ ലേഖനം നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്: ഓരോരുത്തരും മുഖപക്ഷം കൂടാതെ ഓരോരുത്തരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കുന്നവനാണ് നമ്മുടെ കർത്താവ്, ന്യായം വിധിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് ഈ സമയം
എന്നെ കേൾക്കുന്ന പ്രിയരെ, ആ ക്രിസ്തു എന്ന ന്യായാധിപതിയുടെ മുമ്പിൽ ഞാനും നിങ്ങളും നിൽക്കേണ്ടവരാ. അതുകൊണ്ട് ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ പ്രത്യാശയോടെ ഉറപ്പോടെ എല്ലാ നടപ്പിലും വിശുദ്ധരായി നിർമ്മലരായി നമ്മെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം എല്ലാ നടപ്പിലും വിശുദ്ധരായിരിക്കാൻ ദൈവത്തിന്റെ വചനം നമ്മളെ ഉത്ബോധിപ്പിക്കുകയാണ്, നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. അതിനുവേണ്ടി ഈ പകൽക്കാലം അല്ലെങ്കിൽ ഈ സമയം നമുക്ക് ഒരു നിമിഷം ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കണ്ണുകളെ അടയ്ക്കാം. നാം കേൾക്കപ്പെട്ട ദൈവത്തിന്റെ വചനം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് വരുവാനുള്ള കൃപയെ ഓർത്ത് അവന് പൂർണ്ണ പ്രത്യാശ വെച്ചുകൊണ്ട് പണ്ട് നമ്മുടെ അജ്ഞാന കാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ ക്രിസ്തുവിനെ മാതൃകയാക്കിക്കൊണ്ട് പാപത്തോട് പോരാടി ജയം പ്രാപിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ലോകത്തെ ജയിച്ച് പാപത്തെ ജയിച്ച് പിശാചിനെ ജയിച്ച് ഒരു വിജയകരമായ ക്രിസ്തുജീവിതം നയിച്ച് കർത്താവിന്റെ പ്രത്യക്ഷതയിൽ അത് തേജസ്സോടെ കർത്താവിന്റെ മുമ്പിൽ നിൽക്കപ്പെടേണ്ടതിന്, വിശുദ്ധരും നിഷ്കളങ്കരുമായി കർത്താവിന്റെ മുമ്പിൽ കാണപ്പെടേണ്ടതിന്, അത് ആ കർത്താവ് നമുക്ക് വേണ്ടി ഭൂമിയിൽ ഇറങ്ങി വന്നു. ആ കർത്താവ് നമുക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായി തീർന്നു. ആ കർത്താവിന്റെ രക്തത്താൽ നാം വീണ്ടെടുക്കപ്പെട്ടു. കരുണാസമ്പന്നനായ ദൈവമോ നമ്മളെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അത് കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തു. ആ കർത്താവിന്റെ സ്നേഹത്തിന് മുമ്പിൽ നമുക്കൊരു നിമിഷം ഏൽപ്പിച്ചു കൊടുത്ത് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ സമയം, ഈ പകൽക്കാലം കർത്താവെ, ഞങ്ങൾ കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. നാഥാ, അങ്ങ് മടങ്ങി വരും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. തിരുവചനത്തിൽ ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് പോലെ കർത്താവ് ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ അങ്ങ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ, ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ, കർത്താവ് ജീവനോട് ശേഷിക്കുന്ന വിശുദ്ധന്മാർ അവരോടുകൂടെ ആകാശമേഖലയിൽ എടുക്കപ്പെടുമ്പോൾ, കർത്താവെ, ഞാനും കൂടെ അതിൽ കാണപ്പെടുവാൻ കർത്താവേ, ഇന്നും പകൽക്കാലം ആ വചനത്തിന്റെ മുമ്പിൽ എന്നെ സമർപ്പിക്കുമെന്നതാ. എന്റെ ജഡത്തിലുള്ള, എന്റെ ആത്മാവിലുള്ള സകല കന്മക്ഷങ്ങളും സകല കറകളും സകല പാപങ്ങളും ഈ സമയം ഞാൻ ഉപേക്ഷിക്കുന്നു, ഞാൻ ഏറ്റുപറയുന്നു, ഞാൻ അതിനെ വിട്ടുകളയുന്നു. കർത്താവേ, ദൈവമയത്തിൽ വിശുദ്ധിയെ തികയ്ക്കുവാൻ, എന്നെ തന്നെ വെടിപ്പാക്കുവാൻ, എന്റെ ആത്മാവിലെയും ജഡത്തിലുമുള്ള സകല കറകളും അങ്ങ് കഴുകണമേ. യേശുവിന്റെ രക്തം സകല പാപവും പോക്കി ഞങ്ങളെ ശുദ്ധീകരിക്കുന്നതാകിയാൽ ഇന്ന് പകൽക്കാലം അങ്ങയുടെ തിരുനാമത്തിൽ ഞങ്ങൾ അടുത്തു വരുന്നതാ. അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ ഒരിക്കൽ കൂടെ അങ്ങ് കഴിയേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങയുടെ തിരുനാമം മഹത്വമെടുക്കണമേ. തിരുക്കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നതാ. ഞങ്ങളുടെ നടപ്പ് ദൈവത്തിന്റെ വചനപ്രകാരമായിരിക്കട്ടെ. ഞങ്ങളുടെ നടപ്പ് പരിശുദ്ധാത്മാവിലായിരിക്കട്ടെ. ഞങ്ങളുടെ നടപ്പ് ദൈവത്തിന്റെ ഹിതപ്രകാരമായിരിക്കട്ടെ. കർത്താവേ, അവിടുത്തെ ശബ്ദം കേട്ട് അവിടുത്തെ ആത്മാവിന്റെ ആലോചന പ്രകാരം കർത്താവേ നടക്കുവാൻ ക്രിസ്തുയേശുവിലുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനമാകിയാൽ, കർത്താവേ, ജഡത്തെ ആശ്രയിച്ച് ജീവിക്കുന്നവർ മരിക്കും, എന്നാൽ ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നവർ ജീവിക്കുമെന്ന് ദൈവത്തിന്റെ വചനമാകിയാൽ ഇന്ന് പകൽക്കാലം കേൾക്കപ്പെട്ട വചനത്തിന്റെ മുമ്പിൽ ഞങ്ങളെ സമർപ്പിച്ച് ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങൾ ഉപേക്ഷിക്കുന്ന കർത്താവേ, അവിടുത്തെ തിരുനാമം മഹത്വമെടുക്കണമേ. കർത്താവേ, ഈ സമയം ഈ വചനത്തിന് മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. നിങ്ങളായിരിക്കുന്നത് എവിടെയാണ് അവിടെ ഇരുന്ന ഒരു നിമിഷം ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഒരു നിമിഷം ദൈവത്തോട് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? കർത്താവേ, ഇന്ന് പകൽക്കാലം കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ എന്നെ സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രത്യക്ഷതയെങ്കിൽ ഞാൻ കാണപ്പെടുവാൻ എന്നെ സഹായിക്കണമേ. ഈ ഭൂമിയിൽ വിളിച്ച വിശുദ്ധരോത്താവണ്ണം സകല നടപ്പിലും നിർമ്മലരായിരിക്കുവാൻ, വിശുദ്ധരായിരിക്കാൻ എന്നെ ഞാൻ സമർപ്പിക്കുന്നു. കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ സമയം ഈ ശബ്ദത്തിന്റെ മുമ്പിൽ, ഈ വചനത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അങ്ങയുടെ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. കർത്താവിന്റെ ദാസൻ എന്ന നിലയിൽ കർത്താവെ, അങ്ങയുടെ തിരുവചനം ചൊല്ലി അങ്ങയുടെ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. നിരാശയിലും രോഗത്തിലും ദുഃഖത്തിലും ആകുലതയിലും ഇരിക്കുന്നവർ, രോഗക്കിടക്കയിലിരിക്കുന്നവർ, സമാധാനം നഷ്ടപ്പെട്ട കുടുംബ ജീവിതത്തിൽ ഡിവോഴ്സിന്റെ വക്കിലിരിക്കുന്നവർ, ആത്മഹത്യ ചിന്തയിലിരിക്കുന്നവർ, യേശുവിൻ നാമത്തിൽ ഈ ശബ്ദത്തിന്റെ മുമ്പിൽ വിടുവിക്കപ്പെടുവാനിടയാകട്ടെ. സൗഖ്യമാകട്ടെ കർത്താവേ.
യേശുവിന്റെ നാമത്തിൽ ശരീരത്തിലുള്ള രോഗബന്ധനങ്ങൾ, അലർജികൾ യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. കിഡ്നി രോഗികൾ സൗഖ്യമാകട്ടെ, യൂട്രസ് രോഗികൾ സൗഖ്യമാകട്ടെ, അൾസർ രോഗികൾ സൗഖ്യമാകട്ടെ, ക്യാൻസർ രോഗികൾ സൗഖ്യമാകട്ടെ, TB രോഗികൾ സൗഖ്യമാകട്ടെ, ഹാർട്ട് രോഗികൾ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഈ ശബ്ദം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ജനത്തിന്റെ മേലും ഒരു ദൈവശക്തി ഇറങ്ങുവാൻ, ദൈവ സാന്നിധ്യം വ്യാപരിക്കുവാൻ, അത്ഭുത രോഗ സൗഖ്യം അങ്ങനെ ജനത്തിന് മേൽ വ്യാപരിക്കുവാൻ, കർത്താവേ നിരാശകൾ മാറുവാൻ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അധികാരമുള്ള യേശുവിന്റെ നാമം മഹത്വമെടുക്കുമാറാകണമേ. തിരുക്കരങ്ങളുടെ ജനത്തെ ഏൽപ്പിച്ച് അനുഗ്രഹിക്കുന്നു. അത് യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. കർത്താവ് നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. ഇതുവരെയും ഞങ്ങളുടെ പാട്ടുകളും ആരാധനകളും വചന ശുശ്രൂഷകളും ശ്രദ്ധിച്ച എല്ലാ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി ഈ സമയം അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ സന്ദേശം അനുഗ്രഹമായെങ്കിൽ മറ്റുള്ള ഗ്രൂപ്പുകളിലേക്കും നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ സന്ദേശം ഷെയർ ചെയ്യാൻ മടിക്കരുതേ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ എൻ്റെ കമന്റ് ബോക്സിലോ അല്ലെങ്കിൽ വാട്സാപ്പ് നമ്പർ അതിലുണ്ട്, അതിലോ എഴുതി അറിയിച്ചാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർത്ത് പ്രാർത്ഥിക്കണമേ. കർത്താവ് നമ്മളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.